എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത ടോക്ക് ഞാൻ ഡെയിലി എടുക്കുന്ന സപ്ലിമെന്റ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ മെയിനായിട്ട് രണ്ട് വിഷയങ്ങളാണ് ആളുകൾ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഏത് ബ്രാൻഡാണ് ഡോക്ടർ യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡ് കാൽഷ്യമാണ്, ഏത് ബ്രാൻഡ് ഗ്ലൂട്ടാത്തയോൺ ആണ് എന്നൊക്കെയാണ് കുറേ പേര് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പേ ഞാൻ സൺസ്ക്രീനിനെ പറ്റി ടോക്ക് ചെയ്തപ്പോഴും അല്ലെങ്കിൽ സ്കിൻ കെയറിനെ പറ്റി ചെയ്തപ്പോഴും എല്ലായിടത്തും വന്ന ക്വസ്റ്റ്യനാണ് ഡോക്ടർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് പറയണം എന്ന് പറഞ്ഞിട്ട്. അതപ്പോൾ ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രാൻഡുകളെ പറ്റിയിട്ടാണ്. പക്ഷേ അതിന് മുമ്പ് ആ രണ്ടാമത്തെ വിഷയത്തിനെ പറ്റി രണ്ട് വാക്ക് പറയണം. രണ്ടാമത്തെ വിഷയം ഇതാണ്. കുറേ പേര് പറഞ്ഞത്, ഡോക്ടറെ ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കാൻ പാടുമോ, ഇത് ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോവില്ലേ, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലേ? നോക്കൂ, ഞാൻ ചെയ്ത ടോക്ക് ഒന്നുകൂടി കേൾക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം അതിൽ ഞാൻ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സാൽമണും അങ്ങനെയുള്ള ഫാറ്റി ഫിഷ് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആസ്പെറാഗസ് ഒക്കെ നന്നായിട്ട് എടുക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറ്ററി സോഴ്സസ് കാൽഷ്യം, നന്നായി റാഗിയും മുട്ടയും പാലൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡയറ്ററി സോഴ്സസും ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഭക്ഷണത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളും ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ആളുകളുമാണെങ്കിൽ ഒരു സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അഡ്വൈസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിത് ചില ഇപ്പോൾ ഗ്ലൂട്ടാത്തയോണൊക്കെ എടുക്കുന്നത് എന്നുള്ളത്. കാരണം ഇത് എൻ്റെ തീരുമാനം പോലുമല്ല, ഞാനൊരു ഡോക്ടറാണ്. എന്നിട്ട് പോലും ഞാൻ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് തന്നെയാണ് എൻ്റെ സപ്ലിമെൻറ്റ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമില്ല. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, സപ്ലിമെൻറ്റ്സ്. അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ഏറ്റവും നല്ലത് ഭക്ഷണത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക എന്ന് തന്നെയാണ്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അവർക്കുള്ള ഉത്തരം ഇതാണ് കേട്ടോ. അപ്പോൾ ആ ടോക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി കേൾക്കുക. അപ്പോൾ ഇനി നമുക്ക് ബ്രാൻഡുകളിലേക്ക് വരാം. സോ കുറേ പേര് ബ്രാൻഡുകളെ പറ്റി ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നാമത്തെ കാര്യം, കുറേ ഡോക്ടർമാരെ ഇപ്പോൾ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ റേറ്റിംഗ് റിവ്യൂ വീഡിയോസിൻ്റെ ഒരു 5 കളിയാണ് അല്ലേ. എല്ലാവരും പല പല പ്രൊഡക്റ്റുകൾക്ക് റേറ്റ് ഇടുന്നു, മാർക്ക് ഇടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലരും പല പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അത് മെയിനായിട്ട് ഞാൻ കാണുന്നത് ഇൻസ്റ്റയിലാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴായിരിക്കും പൊതുജനങ്ങൾക്ക് എന്താപ്പോൾ ഡോക്ടർക്ക് ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞാത്ത പ്രശ്നം, എന്താപ്പോൾ അത് നമ്മളും ആ ബ്രാൻഡ് വാങ്ങി കഴിച്ചാൽ നല്ലതല്ലേ എന്ന് സ്വാഭാവികമായിട്ടും തോന്നാം. അത് നിങ്ങളുടെ തെറ്റല്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഡോക്ടർ ആകുമ്പോൾ ഞാൻ ബ്രാൻഡുകളെ പറ്റി, എനിക്ക് മെഡിക്കൽ ബ്രാൻഡുകളെ പറ്റിയിട്ടൊക്കെ കുറച്ചുകൂടി വിവരം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ബ്രാൻഡുകൾ ഒബ്വിയസ്ലി നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ബ്രാൻഡുകളെ പറ്റി ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, എനിക്ക് എന്നല്ല, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇൻസ്റ്റയിൽ റീലുകൾ ചെയ്യുന്ന, ബ്രാൻഡുകളെ റേറ്റ് ചെയ്യുന്ന, പല ബ്രാൻഡുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ഡോക്ടർമാരാരും ഇത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടോക്കുകളിൽ, എൻ്റെ ഒരു ടോക്കിലും നിങ്ങൾക്കിപ്പോൾ ഞാൻ സൺസ്ക്രീനെ പറ്റി ടോക്ക് ചെയ്തിട്ടുണ്ട്, സ്കിൻ കെയറിനെ പറ്റി ടോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് സപ്ലിമെൻറ്റ്സിനെ ഞാൻ ഒന്നിലും കാൽഷ്യം, മഗ്നീഷ്യം, ഗ്ലൂട്ടാത്തയോൺ എന്നൊക്കെ പറയാനല്ലാതെ ഒരു ബ്രാൻഡിൻ്റെ പേര് പോലും നിങ്ങൾക്കതിൽ ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചിട്ടോ കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നമ്മുടെ രാജ്യത്തെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുമല്ലോ. നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരു ബോഡിയുടെ താഴെയാണ് വരുന്നത്. ഒരു സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുണ്ട്, പിന്നെ ഒരു നാഷണൽ NMC. പണ്ട് അത് ഇപ്പോൾ ഒരു പുതിയ ബോഡിയാണ് NMC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിലും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ ബോഡിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിലും ഉണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നിയമങ്ങളുണ്ട്, ഒരു ഡോക്ടർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഒരു ബ്രാൻഡിനെയും എൻഡോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിപ്പോൾ മരുന്ന് ബ്രാൻഡ് എന്നുള്ളതല്ല, ഒരു ബ്രാൻഡിനെയും. കാരണം അത് എത്തിക്കലി കറക്റ്റ് അല്ല അല്ലേ. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ പല ബ്രാൻഡുകളെ എൻഡോസ് ചെയ്യുന്നത് പൈസ വാങ്ങിയിട്ടാണ്. അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ക്രീം തേച്ചിട്ട് എൻ്റെ ഗ്ലാസ് സ്കിന്നായി, ഞാൻ ഇതാണ്. 99% ഇവരാരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരല്ല. അത് കോമൺ സെൻസുള്ള ആർക്കും മനസ്സിലാവും. അവർ ഇന്നൊരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ വേറൊരു പ്രൊഡക്റ്റിനെ പറ്റി പറയും. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു അല്ല. ഇവർ പറയുന്ന പ്രൊഡക്റ്റുകളിൽ 99% അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് അവർ ആ പ്രൊഡക്റ്റുകളെ എൻഡോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് ബ്രാൻഡ്, ഓക്കെ, അവർ വന്നിട്ട് നമുക്ക് പൈസ തന്നിട്ട് ഈ ആൻറ്റിബയോട്ടിക് നല്ലതാണെന്ന് പറയാം. അപ്പോൾ ഒരു ഡോക്ടർ അത് പറയാം. അപ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നതിനേക്കാൾ വിശ്വസിക്കും അല്ലേ. ഒരു സെലിബ്രിറ്റി പറയുന്നതിനേക്കാൾ അതിനെ വിശ്വസിക്കും. കാരണം ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർ പഠിച്ചവരാണ്, ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരമുള്ളവരാണ്. അപ്പോൾ അവർ പറയുന്നതിന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ മുഖവില ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ബ്രാൻഡുകളെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര വലിയ
ഒരു അപകടത്തിലേക്ക് പോവും എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം കുറച്ച് ആളുകളെങ്കിലും പൈസ വാങ്ങി റോങ് ആയിട്ടുള്ള ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാം. സോ ഐഡിയലി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡുകളെയും ഡോക്ടർമാരെന്നല്ല ആരും പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഈ സെലിബ്രിറ്റികളുടെയും അല്ലെങ്കിൽ ഇവൻ ഡോക്ടർമാരുടെയൊക്കെ റീല് കണ്ടിട്ട് ഇത് പോയി വാങ്ങി കഴിക്കുമ്പോൾ ഒരിക്കലും കരുതരുത് കേട്ടോ. കാരണം ഇവരൊക്കെ ഈ സെലിബ്രിറ്റീസൊക്കെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. അവർ നല്ല പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, സ്കിൻ ട്രീറ്റ്മെൻറ്റുകളും സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടാണ്. അല്ലാതെ അവർ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒന്നും അവർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും പ്രൊമോഷനും വന്നതിന് ശേഷമുള്ള ഗിമ്മിക്കാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ബാക്ക് ടു ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ പലരും ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അവർക്കിത് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്യാണോ എനിക്കറിയില്ല. എന്തായാലും ഞാനത് ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ടോക്കുകളിൽ പറയാറുള്ളത്, ഒരു ബ്രാൻഡിനെയും, എൻ്റെ ഒരു ടോക്കിലും ഒരു ബ്രാൻഡിൻ്റെയും പേര് നിങ്ങൾക്ക്, അത് നിങ്ങൾ ആ ബ്രാൻഡ് ഉപയോഗിക്കരുത് എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അത് നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഞാനൊരു ബ്രാൻഡിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെതിരെ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കൗൺസിലിന് പറ്റും. എനിക്കെതിരെ എന്നല്ല, ഈ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള ഏതൊരു ഡോക്ടർ ചെയ്യുന്നതും നിയമപ്രകാരം തെറ്റാണ്. പക്ഷേ കുറേ പേര് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഞാനിപ്പോൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെർമറ്റോളജിസ്റ്റുകൾ ഇരുന്നിട്ട് പല പല ക്രീമുകളെ റേറ്റ് ചെയ്യുന്നു. ഇതിന് 6/10, ഇതിന് 8/10, ഇതിന് 9/10, ഇതേ കാണാനുള്ളൂ. ഓക്കെ, എല്ലാ ഡോക്ടർമാരും ഇരുന്നിട്ട് ഇപ്പോൾ പ്രൊഡക്റ്റുകളെ, മരുന്നുകളെയല്ല, ഈവൻ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളെയാണ് റേറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അവരുടെ പൈസ കിട്ടിയിട്ടുണ്ടാവോ ഇല്ല അതൊന്നും എനിക്കറിയില്ല. പലരും ചിലപ്പോൾ റീച്ചിനും ആളുകൾ കാണാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും, വ്യൂസിനും വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ പൈസ വാങ്ങി ഇത് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത് ലീഗലി തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള, അണെത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഇത്രയും കാലം ഒരു പ്രൊഡക്റ്റിൻ്റെ, എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഒരു പ്രൊഡക്റ്റിൻ്റെ നിന്നും ഒരു 5 പൈസ വാങ്ങി ഞാൻ ഇത് നിങ്ങൾ വാങ്ങണം, കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ തന്നെ ഈ കാൽഷ്യത്തിൻ്റെ കാര്യം പറയുമ്പോഴും മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പോലും കമ്പനി പരസ്യമാണ്, കമ്പനിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടാണ്, കമ്പനിയുടെ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാൽഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ എത്ര കാൽഷ്യം ഗുളികകളും സിറപ്പുകളും ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, ലക്ഷോപലക്ഷം കമ്പനികളുണ്ട്. ഇവരൊക്കെ വന്നിട്ട് എനിക്ക് കാശ് തരുമോ? അപ്പോൾ ഇതൊന്നും പറയാതെ തന്നെ ആളുകൾ നമ്മളെപ്പറ്റി മോശമാണ്. എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ തന്നെ കമ്പനിയുടെ എന്താ പറയുക, പൈസ കിട്ടിയിട്ടാണ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും ചെയ്യുന്നത് തെറ്റാണ്, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേജിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ പ്രൊമോഷൻ കാണാൻ സാധിക്കില്ല. കാരണം ആസ് എ ഡോക്ടർ ഞാനത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ ബ്രാൻഡിൻ്റെ പേര് എഴുതിയിടാത്തത് എനിക്ക് ബ്രാൻഡിൻ്റെ പേര് അറിയാത്തതുകൊണ്ടല്ല, ഏത് ബ്രാൻഡ് നല്ലതെന്ന് അറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ബ്രാൻഡ് തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ വായിക്കുക, അതിനെപ്പറ്റി വായിക്കുക. ഒരു ദിവസം എത്ര, ഇപ്പോൾ പല ഇത് omega-3 ഫാറ്റി ആസിഡിൻ്റെ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ കുറച്ച് EPAയും DHA ഉള്ളൂ. മിനിമം നിങ്ങൾ 500 EPA 500 DHA എങ്കിലും ഒരു ദിവസം എടുക്കണം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മിനിമം എടുക്കേണ്ട ഒരു മില്ലിഗ്രാം അല്ലെങ്കിൽ ഒരു അളവുണ്ടായിരിക്കും. പല ബ്രാൻഡുകളും അതിൻ്റെ 10-1 അളവേ അവരുടെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വായിക്കുക, നിങ്ങൾ വായിച്ച് അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡോക്ടർമാരോട് ചോദിക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു തരും ഏതാണ് നല്ല ബ്രാൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകൾ, അല്ലെങ്കിൽ എത്ര mg കഴിക്കണം, ഇതൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ റിവ്യൂസ് നോക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റുകൾ എപ്പോഴും വായിച്ച് നോക്കുക. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കണ്ടൻറ്റുകൾ വായിച്ച് നോക്കുക, റിവ്യൂസ് നോക്കുക. പിന്നെ അതിൻ്റെ ആകമൊത്തമുള്ള നമ്മുടെ സർട്ടിഫിക്കേഷൻസ്, എന്താ പറയുക, പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പെറ്റ സർട്ടിഫിക്കേഷൻ, FSSAI സർട്ടിഫിക്കേഷൻ, അങ്ങനെ പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക, റിവ്യൂസ് നോക്കുക. അപ്പോൾ ആകമൊത്തമുള്ളൊരു ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം, പൈസ മാത്രം നോക്കിയിട്ട് വാങ്ങരുത് കേട്ടോ, ക്വാളിറ്റി കൂടി നോക്കണം. ഇനി അവസാനത്തെ ഒരു വിഷയം കൂടി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കും, അപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ബ്രാൻഡ് എഴുതുന്നില്ലെന്ന്, അല്ലേ? ഇപ്പോൾ പല ബ്രാൻഡുകളുടെ പേരുകൾ എഴുതാറുണ്ട്. അപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്നതിന് ഡോളോ എഴുതാറുണ്ട്, കാൽപോൾ എഴുതാറുണ്ട്, പെനഡോൾ എഴുതാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ബ്രാൻഡ് അല്ലേ? നോക്കൂ, ശരിയാണ്. ആസ് എ ഡോക്ടർ ചിലപ്പോൾ ഞാനും ബ്രാൻഡുകൾ എഴുതാറുണ്ട്. ഇപ്പം ഞാൻ UAE പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബ്രാൻഡ് എഴുതാൻ പറ്റില്ല, ഇവിടെ ജനറിക് മാത്രമേ എഴുതാൻ പറ്റൂ. ആ ബ്രാൻഡ് ഏതാണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം. പക്ഷേ ജനറിക് ആയിട്ടാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ വരിക. ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ സൈഡിൽ നമുക്ക് എഴുതാം ഇന്ന ബ്രാൻഡ് കൊടുക്കണം എന്നുള്ളത്. അത് ലീഗലി തെറ്റൊന്നുമല്ല കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലും അത് ലീഗലി തെറ്റല്ല. എല്ലാവരുടെയും വിചാരം ഡോക്ടർമാർ ബ്രാൻഡ് എഴുതുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ മരുന്ന് കമ്പനികളുടെ പ്രശ്നങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം കംപ്ലീറ്റ് എല്ലാ ബ്രാൻഡുകളെയും ബാൻ ചെയ്യണം. ജനറിക് മരുന്നുകൾ മാത്രം അവൈലബിൾ ആവണം, മനസ്സിലായോ? പക്ഷേ അതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ട് അതിൻ്റെയൊക്കെ ക്വാളിറ്റി ചെക്ക് നടക്കണം. നമ്മുടെ ഫാർമസികളിൽ 100 കമ്പനികളുടെ മരുന്ന് പാടില്ല. ഒറ്റ മരുന്ന്, ഇപ്പോൾ അമിലോഡിപ്പിൻ എന്ന് പറഞ്ഞാൽ അമിലോഡിപ്പിൻ മരുന്ന് മാത്രമേ പാടൂ. ഒരൊറ്റ മരുന്നേ പാടൂ. അത് പ്രോപ്പറായിട്ട് എല്ലാ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ട്
അവിടെ എത്തിയെന്ന് ഉറപ്പ് വരുത്തും വേണം. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഡോക്ടർമാർ ബ്രാൻഡ് എഴുതണതൊന്നുമല്ല. പലരുടെയും വിചാരം ഡോക്ടർമാർക്ക് പൈസ കിട്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ശരി ഡോക്ടർമാർ ജനറിക് മരുന്നുകൾ മാത്രമേ എഴുതുന്നുള്ളൂ, ബ്രാൻഡുകൾ എഴുതുന്നില്ല എന്ന് വെക്കുക. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറും ഇല്ല. അപ്പോൾ ഡോക്ടറെ ബ്രാൻഡ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ അംലോഡിപ്പിൻ എന്ന് മാത്രം എഴുതി വെക്കുക, അല്ലെങ്കിൽ പാരസെറ്റമോൾ എന്ന് മാത്രം എഴുതി വെക്കുക. നിങ്ങൾ ഇതുകൊണ്ട് ഈ കുറിപ്പടി കൊണ്ട് ഫാർമസിയിൽ പോകുന്ന സമയത്ത് ഈ ഫാർമസിയിൽ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ പോയി കമ്മീഷൻ കൊടുത്തിട്ട് പല മരുന്ന് കമ്പനിക്കാരും, ചിലപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ മരുന്ന് കമ്പനിക്കാർ പോയിട്ട് ഫാർമസിയിൽ കമ്മീഷൻ കൊടുത്തിട്ട് അവരുടെ മരുന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡോക്ടർ പാരസെറ്റമോൾ എന്ന് എഴുതിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ആ ഫാർമസിയിൽ നിന്ന് എടുത്ത് തരുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടിയ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പാരസെറ്റമോളിൻ്റെ ഏതെങ്കിലും ബ്രാൻഡ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഡോക്ടർമാർ ജനറിക് മരുന്ന് എഴുതിയുകൊണ്ട് മാത്രം മാറുന്നതല്ല. ഇതിന് വേണ്ടത് പ്രോപ്പർ ക്വാളിറ്റി ചെക്കാണ്. ഒന്നുകിൽ ഈ പറയുന്ന എല്ലാ ബ്രാൻഡുകളും നിരോധിച്ചിട്ട് വെറും ജനറിക് മരുന്നുകൾ മാത്രം അവൈലബിൾ ആക്കുന്ന ഒരു സിസ്റ്റം വരണം. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് പ്രോപ്പറായിട്ട് നടക്കണം. അപ്പോൾ പലരും ഡോക്ടർമാരെ മാത്രമാണ് ഇതിൽ പഴിചാരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് ഡോക്ടർമാരുടെ എൻഡിൽ മാത്രമൊന്നുമല്ല. ഡോക്ടർമാർ ജനറിക് മരുന്നുകൾ എഴുതിയാൽ തീരുന്ന പ്രശ്നങ്ങളും അല്ല ഇവിടെയുള്ളത്. ഈ കമ്മീഷൻ കൊടുക്കലും ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ ഇത് ഫാർമസി ലെവലിൽ അതിൻ്റെ മുകളിലെ ക്വാളിറ്റി ചെക്കിൻ്റെ ലെവലിൽ ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് നമ്മുടെ വേറൊരു വിഷയം. പലരും ഈ ഒരു സംശയം ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ പാരസെറ്റമോൾ എഴുതുമ്പോൾ ഏതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് എന്ന് ഡോക്ടർമാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ആൻറ്റിബയോട്ടിക് എഴുതുമ്പോൾ ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ഏതാണെന്ന് ഡോക്ടർമാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ വേറെ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മോശം ബ്രാൻഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് കൂടിയാണ് ഡോക്ടർമാർ പലപ്പോഴും ബ്രാൻഡ് സ്പെസിഫിക്കലി എഴുതാറുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും അവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടാണെന്ന് വിചാരിക്കേണ്ട. ഡോക്ടർമാർ ബ്രാൻഡ് എഴുതുന്നതിൽ ഇങ്ങനൊരു കാര്യം കൂടിയുണ്ട്. കാരണം നല്ല ബ്രാൻഡ് കിട്ടിക്കോട്ടെ എന്നുള്ള നല്ലൊരു വിചാരം കൂടി ഡോക്ടർമാരുടെ ഉള്ളിലുണ്ട്. ഞാനൊക്കെ അങ്ങനെ എഴുതുന്ന ഒരാളാണ്. നമ്മൾ കമ്മീഷൻ കിട്ടിയിട്ടല്ല ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഒരു ബ്രാൻഡുകളും എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സംശയങ്ങളും ഒക്കെ മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡ് എന്നോട് ക്ഷമിക്കുക, എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് നിയമപരമായിട്ട് തെറ്റാണ്. ഞാൻ നമ്മുടെ രജിസ്ട്രേഷൻ സമയത്ത് അതായത് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യൂ എന്നുള്ളത് നമ്മളവിടെ നമ്മുടെ ഒരു ഓത്ത് എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു അതാണ് നമ്മുടെ ഒരു എന്തായാലും പറയാം ഒരു പ്രിൻസിപ്പിൾ. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊന്നും വിപരീതമായിട്ട് ഇത്രയും കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ധാരാളം പ്രൊമോഷൻസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് കാണുന്നുണ്ട്. എനിക്കതിൽ സത്യത്തിൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു എതിരഭിപ്രായമുണ്ട്. അത് എനിക്ക് പറയാനേ സാധിക്കൂ. അത് ചെയ്യുന്നവർ ആലോചിച്ച് ചെയ്യേണ്ടതാണ്, തീരുമാനം എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ബൈ.